ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ വിദേശത്ത് താമസിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണോ? നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയുടെ ഭാഗമാകാനും ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുമൊക്കെ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. സെറോദ ഉപയോഗിച്ച് ഇതെത്ര എളുപ്പത്തിൽ ചെയ്യാം എന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഈ ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവരുന്നതിനും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും റിസർവ് ബാങ്കിന് അതിൻ്റേതായ കുറച്ച് നിയമങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം, ആരാണ് നിയമപരമായി ഒരു NRI? അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നിങ്ങളെ ഒരു പ്രവാസിയായിട്ടാണ് കണക്കാക്കുക. നിങ്ങളിപ്പോൾ US-ലോ യൂറോപ്പിലോ ഗൾഫിലോ എവിടെയാണെങ്കിലും ശരി. ടാക്സ് നിയമം അനുസരിച്ച് ഈ ഒരു നിർവചനം എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. പ്രവാസികൾക്ക് എന്തിനാണ് സ്പെഷ്യൽ അക്കൗണ്ടുകൾ വേണ്ടത് എന്നതിൽ തുടങ്ങി ശരിയായ അക്കൗണ്ട് എങ്ങനെ തിരഞ്ഞെടുക്കാം, നിയമങ്ങൾ എന്തൊക്കെയാണ്, അവസാനം എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം എന്നതുവരെ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. എന്തിനാണ് പ്രവാസികൾക്ക് ഒരു പ്രത്യേക അക്കൗണ്ട് വേണ്ടിവരുന്നത്? നമ്മുടെ പഴയ സാധാരണ റെസിഡന്റ് അക്കൗണ്ട് അങ്ങ് ഉപയോഗിച്ചാൽ പോരെ? ഇല്ല, അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരു പ്രവാസിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പഴയ റെസിഡന്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. എന്തിനാണിങ്ങനൊരു നിയമമെന്ന് ചോദിച്ചാൽ, വിദേശത്തു നിന്നുള്ള ഫണ്ടുകളുടെ വരവ് കൃത്യമായി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയൊരു NRI ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എന്തായാലും വേണം. ഓക്കെ, ഇനി നിങ്ങൾ എടുക്കേണ്ട ആദ്യത്തെ വലിയ തീരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനുള്ള പണം എവിടെ നിന്നാണ് വരുന്നത്? ഇതിനെ ആശ്രയിച്ചിരിക്കും ഈ തീരുമാനം. ഇവിടെ നോക്കിയാൽ സംഭവം വളരെ ക്ലിയർ ആവും. NRE, അതായത് നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്, ഇത് നിങ്ങളുടെ വിദേശത്തുള്ള വരുമാനം, അതായത് ഫോറിൻ ഏർണിംഗ്സ് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിലെ പണവും ലാഭവും ഒരു ടാക്സും ഇല്ലാതെ മുഴുവനായിട്ട് നിങ്ങൾക്ക് തിരികെ വിദേശത്തേക്ക് കൊണ്ടുപോകാം. ഇനി NRO, അതായത് നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട്, ഇത് നിങ്ങളുടെ ഇന്ത്യയിലുള്ള വരുമാനം, ചിലപ്പോൾ വാടകയോ ഡിവിഡൻഡോ ഒക്കെ കിട്ടുന്നുണ്ടാവാം. അതും നിങ്ങളുടെ വിദേശ വരുമാനവും ഒരുമിച്ച് മാനേജ് ചെയ്യാനുള്ളതാണ്. സോ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ വിദേശ ശമ്പളം മാത്രമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ NRE ആണ് ബെസ്റ്റ്. എന്നാൽ ഇന്ത്യയിൽ നിന്നും നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ ഒരു NRO അക്കൗണ്ട് കൂടെ വേണ്ടിവരും. ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യം തീരുമാനിച്ചല്ലോ. ഇനി അടുത്തത് ട്രേഡിംഗ് രീതിയാണ്. ഇതിനെ നമുക്ക് 2 ഹൈവേകളായിട്ട് സങ്കല്പിക്കാം. ഒന്ന് കുറേ നിയമങ്ങളൊക്കെയുള്ള സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ളൊരു ഹൈവേ, മറ്റേത് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഫ്രീവേ. ഇവിടെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്താണെന്നത് പ്രസക്തമാകുന്നത്. PIS, അതായത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഇത് NRE അക്കൗണ്ടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ, അതായത് ഷെയറുകൾ വാങ്ങി കുറേ കാലത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. എന്നാൽ നോൺ PIS റൂട്ട് NRO അക്കൗണ്ടുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി തരും. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പോലെയുള്ള ട്രേഡുകൾ ചെയ്യാനും ഇന്ന് വാങ്ങി നാളെ വിൽക്കുന്ന BTST ട്രേഡിങ്ങിനുമൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ, ഡെയിലി ട്രേഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് NRO നോൺ PIS റൂട്ടാണ് കൂടുതൽ എളുപ്പം. ശരി, തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഒരു സെറോദ NRI അക്കൗണ്ട് തുറക്കാമെന്ന് നോക്കാം, അല്ലേ? അക്കൗണ്ട് തുറക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചാൽ നിങ്ങളുടെ സമയം ഒരുപാട് ലാഭിക്കാം. ഇവിടെ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ NRE PIS റൂട്ടാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഒരു PIS പെർമിഷൻ ലെറ്റർ നിർബന്ധമായും വേണം. ഈ സ്റ്റെപ്പുകൾ ശരിക്കും വളരെ സിമ്പിളാണ്. ഓൺലൈനായി സൈനപ്പ് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങളൊക്കെ കൊടുക്കുക. ഇവിടെ ഒരു ഈസി ഓപ്ഷനുണ്ട്. നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഇന്ത്യയിലാണെങ്കിൽ ഡിജിയോ വഴി സൈൻ ചെയ്താൽ മതി. ഒരു പേപ്പർ പോലും വേണ്ട. ഇനി നിങ്ങൾ വിദേശത്താണെങ്കിൽ ഫോം പ്രിന്റ് എടുത്ത് സൈൻ ചെയ്ത് സെറോദയുടെ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്താൽ മതിയാകും. ഇനി ഇതിന്റെ ഫീസിന്റെ കാര്യം. NRI അക്കൗണ്ട് തുറക്കാനായിട്ട് 500 രൂപയുടെ ഒരു വൺ ടൈം ഫീസുണ്ട്. ഇതൊരു ആപ്ലിക്കേഷൻ ഫീസാണ്, അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് അല്ല. പിന്നെ ഇത് റീഫണ്ടബിളുമല്ല. അപ്പോൾ അക്കൗണ്ടൊക്കെ റെഡിയായി. ഇനി അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പക്ഷേ ഈ മുഴുവൻ ഡിസ്കഷനിലെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ് ഇതായിരിക്കും. നന്നായി ശ്രദ്ധിക്കുക. NRE PIS അക്കൗണ്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് നിങ്ങൾക്ക് സ്റ്റോക്കുകൾ വാങ്ങി ഹോൾഡ് ചെയ്യാം. ഇൻട്രാഡേ ട്രേഡിംഗോ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസോ ഇതിൽ പറ്റില്ല. എന്നാൽ NRO അക്കൗണ്ടിൽ നിങ്ങൾക്ക് FNO ട്രേഡിംഗ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു NRIക്കും കറൻസിയിലോ കമ്മോഡിറ്റിയിലോ ട്രേഡ് ചെയ്യാൻ പെർമിഷൻ ഇല്ല.
നിങ്ങളൊരു സ്റ്റോക്ക് വിൽക്കുമ്പോൾ പണം നിങ്ങളുടെ കയ്യിലെത്തുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. PIS അക്കൗണ്ടിലെല്ലാം ഓട്ടോമാറ്റിക് ആണ്. ബാങ്ക് അടുത്ത ദിവസം തന്നെ പണം ട്രാൻസ്ഫർ ചെയ്യും. എന്നാൽ നോൺ PIS റൂട്ടിലാണെങ്കിൽ നിങ്ങൾ വിറ്റ തുകയുടെ 75% അപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് കിട്ടും. ബാക്കി 25% ടാക്സ് ഒക്കെ പിടിച്ച ശേഷം അടുത്ത ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. NRE അക്കൗണ്ടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതുതന്നെയാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള ലാഭവും മുതലും ₹1 പോലും കുറയാതെ, ഒരു ലിമിറ്റുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ NRO അക്കൗണ്ടിന് ഈ ഒരു ഫ്രീഡം ഇല്ല. അവിടെ ഒരു ലിമിറ്റുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് മാക്സിമം $1 മില്യൺ തുല്യമായ തുക മാത്രമേ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ടും ഓർക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പണം മുഴുവനായി തിരികെ കൊണ്ടുപോകാനാണ് പ്ലാനെങ്കിൽ NRE തിരഞ്ഞെടുക്കുക. കൂടുതൽ ട്രേഡിംഗ് ഫ്ലെക്സിബിലിറ്റിയാണ് വേണ്ടതെങ്കിൽ NRO തിരഞ്ഞെടുക്കുക. നിങ്ങൾ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ NRO നോൺ PIS ആണ് ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഇന്ത്യയിൽ വെച്ചാണ് അക്കൗണ്ട് തുറക്കുന്നതെങ്കിൽ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. പേപ്പർ വർക്കൊന്നും ഇല്ലാതെ തന്നെ കാര്യം നടക്കും. ഇപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് യാത്ര തുടങ്ങാനുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. അക്കൗണ്ട് തുടങ്ങാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കാൻ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം.